ഹായ് ഗൈസ്. സോ ഇന്ന് നമുക്ക് ശരിക്കും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് സ്റ്റോറി. സോ ഓഫ് കോഴ്സ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് ടയേർഡാണ്, പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആൻഡ് ഞാൻ എന്ത് മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഏറെക്കുറെ പെൺകുട്ടികൾക്കും ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയായിരിക്കും. ആൻഡ് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഐ യൂസ്ഡ് എ ലോട്ട് ഓഫ് ലിപ്സ്റ്റിക്സ്. ഈ മെബിലൈൻ, അതുപോലെ തന്നെ നൈബേ, അതുപോലെ ഡാസ്ലർ, അങ്ങനെയൊക്കെയുള്ള ഓരോ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മാറിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 4-5 വർഷം കൂടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഷെയ്ഡേ ഉള്ളൂ. പക്ഷേ അത് അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നു. ബട്ട് സംഭവം ഒരു 1-2-3 ഇയേഴ്സ് ഒക്കെ ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ലിപ്സ്റ്റിക് ഇങ്ങനെ വൈറലായി തുടങ്ങിയത്, അങ്ങനെ അതിൻ്റെ ഷെയ്ഡ്സ് വൈറലായി തുടങ്ങിയത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അന്ന് തൊട്ട് എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്, പക്ഷേ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് യൂട്യൂബ് ചാനലില്ല, എനിക്ക് യൂട്യൂബൊന്നും ഇല്ല, എനിക്കൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് പറ്റില്ല, ബിക്കോസ് ചാനലില്ല. സോ ഇപ്പം എനിക്ക് ചാനലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആ സ്റ്റോറി ഒന്ന് പറയാം. സോ ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ ലവ് ലിപ്സ്റ്റിക്. എല്ലാവർക്കും ഏറെക്കുറെ ഒരു 100%-ൽ 90% പെൺകുട്ടികളും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ലിപ്സ്റ്റിക് ആയിരിക്കും. ഐ തിങ്ക് സോ. പക്ഷേ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇട്ടേക്കുന്നത് വാസ് ലൈക്ക് അതേ ഷെയ്ഡാണ്. ആൻഡ് ഐ ആഡ് സം ഗ്ലോസ്, ലൈക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ ഐ വിൽ ഷോ യു മൈ ലിപ്സ്റ്റിക് ആൻഡ് ഐ വിൽ ടെൽ ദ സ്റ്റോറി ലേറ്റർ. സോ ഇതാണ് ആ ലിപ്സ്റ്റിക്കിൻ്റെ കഥ. ഇറ്റ് വാസ് ലൈക്ക് ഡാസ്ലറിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആൾക്കാർക്കും അറിയാമെന്നുള്ളൊരു നിഗമനം. ആൻഡ് ഫസ്റ്റ് ടൈം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മേടിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഇങ്ങനെ പലതരം ഷെയ്ഡുകളുണ്ട്, അല്ലെങ്കിൽ ഈ ഷെയ്ഡ് അനുസരിച്ചിട്ടാണ് ഈ സ്കിൻ ടോൺ, ഈ ഷെയ്ഡ് ഐ ഡോണ്ട് നോ ദാറ്റ്. ഐ ജസ്റ്റ് റാൻഡംലി പിക്ക് ഒരു ഷെയ്ഡ് എടുത്തു ആൻഡ് ഐ ജസ്റ്റ് അപ്ലൈഡ് ഓൺ മൈ ഹാൻഡ് ആൻഡ് ഓക്കെ, അതെനിക്ക് ഓക്കെ ആണ് എന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലൈക്ക് 1 ഇയർ കഴിഞ്ഞ് 2 ഇയർ, സെക്കൻഡ് ഇയർ ഒക്കെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണല്ലോ. സോ അന്ന് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്, അതായത് ഈ ഒരു കോണോ, ഈ ഒരു ടിപ്പ് ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു അതായത് ബാക്ക് സൈഡിൽ, നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ബാക്ക് സൈഡിലാണ് സാധാരണ ഇതിൻ്റെ ഒരു ഷെയ്ഡ് നമ്പേഴ്സൊക്കെ കൊടുത്തേക്കുന്നത്. ഞാൻ കൂടി ഇങ്ങോട്ട് നോക്കി എന്നെ നോക്കി സംസാരിക്കുന്നത്, പക്ഷേ ക്യാമറ അവിടെ ഇരിക്കുന്നത്. ഓക്കെ, എനിവേ ഐ ഓൾവേസ് മിസ് ഇറ്റ്. താങ്ക്സ്. ഈ ക്യാമറ എന്നെ മേ ബി fall it down lately, I don't know. So അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ഡൂ സം ഷെയ്ഡ്. സോ അപ്പോൾ ഒരു തവണ ഞാൻ റാൻഡംലി ഇത് പിക്ക് ചെയ്തു. ആൻഡ് ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോഴാണ് ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു ബോട്ട് ഇറ്റ് എഗെയിൻ. ആൻഡ് ഐ വെൻറ്റ് ടു എ ഷോപ്പ്. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് ഐ ടെൽ ദം, എനിക്ക് കമ്പനി നെയിം അറിയാം. സോ ഞാൻ പറഞ്ഞു എനിക്ക് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് വേണം. ആൻഡ് ഷീ ലിറ്ററലി ആസ്ക്ഡ് മീ ദാറ്റ് ഏത് ഷെയ്ഡാണ് വേണ്ടേ. ശരിക്കും എനിക്കറിയില്ല, ഞാൻ സി കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്ക് ആ CO മാത്രം ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു CO അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ചേച്ചി എടുത്ത് ചോദിച്ചു CO ആണ് എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു CO ആണോ എല്ലാം. അപ്പോൾ ഡാസ്ലറിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഡാസ്ലറിൻ്റെ കവറായിട്ടുള്ളത് എനിക്ക് എടുത്ത് വെച്ചു തന്നു. അപ്പം ഞാനന്ന് ഫസ്റ്റ് റാൻഡമായിട്ട് ചൂസ് ചെയ്തത് ഇങ്ങനെയാണ്, കവറിലല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കവറുണ്ട്, ഡാസ്ലറിൻ്റെ കവറുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. ആൻഡ് ഞാൻ അന്ന് ആ ഒരു ലിപ് ഷെയ്ഡ് ഇട്ടിട്ട് പോയതുകൊണ്ട് ഞാനത് കാണിച്ചു, എനിക്ക് ഈ ഷെയ്ഡാണ് വേണ്ടത്. ആൻഡ് ഷീ വാസ് ലൈക്ക് ഓക്കെ. ആൻഡ് ഷീ ജസ്റ്റ് വീണ്ടും റാൻഡമായിട്ട് എനിക്ക് എടുത്തു. ആൻഡ് ദാറ്റ് വാസ് അട്ടർ ബുൾഷിറ്റ്. ലൈക്ക് എനിക്കതൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് കിട്ടിയത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി, അതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇറ്റ്സ് നോട്ട് മാച്ചിങ് ഫോർ മീ. സോ ആസ് യൂഷ്വൽ നമുക്ക് എന്ത് സാധനം വേണ്ടെങ്കിലും നമ്മൾ ചേച്ചിമാർക്കാണല്ലോ ട്രാൻസ്ഫർ ചെയ്തത്. സോ ഐ ജസ്റ്റ് ദാനമായിട്ട് ചേച്ചിക്ക് കൊടുത്തു. വീണ്ടും ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ ഒരു ഷോപ്പിൽ തന്നെ പോകണം. ബിക്കോസ് അന്ന് തൊട്ടേ ഇതിന് 200 രൂപയാണ്. ലൈക്ക് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 200 രൂപ നമുക്കറിയാമല്ലോ. ലൈക്ക് ജോലി ഇല്ലെങ്കിൽ, നമുക്ക് പൈസ ഇല്ലെങ്കിൽ 200 രൂപ വാസ് ലൈക്ക് നമുക്ക് ഇത്രയുണ്ട് ഇല്ലേ. എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. അത്രയും പൈസ 200 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇല്ല 024 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ലൈക്ക് ഇപ്പം അത് ഓൾമോസ്റ്റ് 5 ഇയേഴ്സായി ഞാൻ ഈ ഒരു കണ്ടിന്യൂസ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ലൈക്ക് ഇനി വേറെ നല്ല ഷെയ്ഡ്സ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ലൈക്ക് വേറെ കമ്പനീസിൽ നിന്ന് നമുക്ക് നല്ല സെവറൽ ലിപ്സ്റ്റിക് ഐ ഹാവ്. സോ ഐ വിൽ ഷോ. പലതരം ലിപ്സ്റ്റിക് ഉണ്ട്, പക്ഷേ ഞാൻ എവിടെ പോലെ ഇതാ വേറെ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ വേറെ ഷെയ്ഡുകൾ ട്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ജസ്റ്റ് സിംപ്ലി ട്രൈ ആൻഡ് ജസ്റ്റ് വൈപ്പ് വിത്ത് എ വെറ്റ് വൈപ്പ്. അല്ലാതെ എനിക്കറിയില്ല. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ലിപ്സ്റ്റിക് റൈറ്റ്. ഫൈനലി ഇത് ഡാസ്ലറിൻ്റെ ലിപ് ലൈനറാണ്. പക്ഷേ ദ തിങ് ഈസ്, ഞാനത് മേടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് നോട്ട് ലിപ് ലൈൻ ഗേൾസ്, ഇറ്റ് ഈസ് ലിപ്സ്റ്റിക്. ഇറ്റ്സ് ലൈക്ക് അൾട്ടർ ബുൾഷിറ്റ്. വീണ്ടും 200. ഞാൻ വിചാരിച്ചു എന്താ ഡാസ്ലറിൻ്റെ ലിപ് ലൈനും ട്രൈ ചെയ്തിട്ട് അത് ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ ഇതും ലിപ്സ്റ്റിക്ക്, ബിക്കോസ് ഇപ്പോൾ ഇതിലെ സാധനങ്ങളെല്ലാം മാഞ്ഞു പോയി. പക്ഷേ
വീട്ടിൽ വന്ന് വായിച്ച് നോക്കിയപ്പം ഇത് ലിപ് ലൈനർ അല്ല, ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഓക്കെ, ഐ ഡോണ്ട് നോ ലിപ് ലൈനർ ആൻഡ് ലിപ്സ്റ്റിക്ക് ഈസ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് സെയിം ഓർ നോട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ജസ്റ്റ് ട്രൈ ലിപ്സ്റ്റിക്സ്. ഓക്കെ, ഫോർ മീ ജോബ്ലെസ് ആയിട്ടുള്ള എനിക്ക് ഇത്രയും ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ കളക്ഷൻസ് ആണുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ ഷെയ്ഡാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഇതൊക്കെ മേടിച്ചത്? ആൻഡ് ദാറ്റ്സ് മൈ സ്റ്റോറി. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് സ്റ്റോറി. യു ഗോട്ട് ഇറ്റ്. ലൈക്ക് ഇത്രയും ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും എനിക്കതൊന്നും ഇടാൻ പറ്റത്തില്ല. എനിക്കിതൊക്കെ ഇടാൻ എനിക്ക് പറ്റും, പക്ഷേ പറ്റില്ല. യു നോ ദാറ്റ് ഈ ഒരു ഷെയ്ഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷെയ്ഡ് ഇതിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് യു നോ ഇതിൻ്റെ അതേ ഒരു സ്മോൾ ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇതാ കണ്ടാൽ ഡിഫറെൻറ്റ് പോലെ തോന്നും, ബട്ട് സംഹൗ ഇറ്റ്സ് സെയിം. ഇതിൻ്റെ അമ്മയും കുട്ടിയും പോലെ ഇല്ലേ? ഇറ്റ്സ് ക്യൂട്ട്, റൈറ്റ്? എനിക്കങ്ങനെയൊക്കെ തോന്നാറുണ്ട്. യാ ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വിട്ടു. സോ ഇത് രണ്ടും നമുക്ക് മാറ്റാം, കാരണം ബിക്കോസ് ദിസ് ടു ആർ ഡാസർ. ആൻഡ് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്. ഞാൻ വിചാരിച്ചു ഈ കൊറിയൻ ഗേൾസൊക്കെ ഇങ്ങനെ പിങ്ക് കളറൊക്കെ ഇടുമ്പം ലൈക്ക് ക്യൂട്ടായിട്ടിരിക്കുമല്ലോ അവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈക്ക് അങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുക ഒരു പിങ്ക് കളർ ഷെയ്ഡ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചൊരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് അത് പിന്നെ മാറിയത് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാറിയത് എന്തായിട്ട് മാറിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലഷായിട്ട് മാറി ഗൈസ്. ഇപ്പം ഞാൻ ഇത് ബ്ലഷായിട്ടാണ് ഇടുന്നത്. ഇത് ലിപ്സ്റ്റിക്കായിട്ട് മേടിച്ചു. ആൻഡ് ഐ ജസ്റ്റ് ബോട്ട് ആസ് ലിപ്സ്റ്റിക് ആൻഡ് ജോണി വരുന്നു. ഓക്കെ, ബാക്ക് ടു നോർമൽ. സോ ബ്ലഷായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ആൻഡ് ഐ ഹാവ് എ ലോട്ട്. സോ ഈ ഷെയ്ഡും സെയിം ആണോ ചോദിച്ചാൽ സെയിം ബട്ട് ഡിഫറെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇബാൻ്റെ ഒരു എനിക്കറിയില്ല വാട്ട് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഈസ് ദിസ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്ലിറ്ററി ആണ്. പക്ഷേ അത് എനിക്ക് എൻ്റെ സ്കിന്നിൽ തന്നെ കാണാൻ പറ്റത്തില്ല. ഇത് പിന്നെ ഇവിടെ മീൻസ് കയ്യിലിട്ടത് കൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്. എനിക്ക് ലിപ് ഷെയ്ഡ് എനിക്ക് ഒട്ടുമല്ല, മേച്ചല്ല. സോ ഐ നെവർ യൂസ് ദിസ്. വെറുതെ വാങ്ങി വെച്ചേക്കുന്നു. ആൻഡ് ഇത് വന്നിട്ട് എസൻസിൻ്റെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ടും ഈ ഷെയ്ഡ് അല്ല, ഇറ്റ്സ് ലൈക്ക് അനദർ ഷെയ്ഡ്. നോക്ക്, പിങ്കാ ഗൈസ്, ഇത് ആ ഷെയ്ഡല്ല. സോ അതും ഒരു അട്ടർ ഫ്ലോപ്പായി പോയി. സോ വേറെയാണ് ഏറ്റവും വലിയ കോമഡി. ഇത് ഞാൻ മേടിച്ചെങ്കിലും എൻ്റെ ചേച്ചി സിന്ദൂർ ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡിഫറെൻറ്റ് ഷെയ്ഡൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കുന്നതാണ്. പക്ഷേ നോ, ഇത് ഞാൻ പറഞ്ഞുതരാം, ബിക്കോസ് ഇത് ആരും മേടിക്കരുത്. ഇത് ഫേസസ് കാനഡ എന്ന് പറയുന്നൊരു കമ്പനി. ആൻഡ് ഇതിൽ അവർ കൊടുത്തിരുന്ന ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര റെഡാണ്, റെഡ് കാർപ്പറ്റൊക്കെ ആവാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് ഞാൻ എന്തുദ്ദേശത്തിലിടും? ഈ ഒരു റെഡാണ്. എനിക്കറിയില്ല ഞാൻ ഇവിടെ പോകുമ്പോൾ ഇടുമെന്ന്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് സിന്ദൂരായിട്ടൊക്കെ സിന്ദൂറായിട്ടിടാം. അല്ലാണ്ട് ഇതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ലല്ലോ. ദിസ് കളർ ഇതെനിക്ക് മാച്ച് ആവുമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഐ ഡോണ്ട് നോ, എനിക്ക് ട്രൈ ചെയ്യാൻ വരെ എനിക്ക് നാണമാക്കുന്നു. ഓക്കെ, ദിസ് വൺ വാസ് നൈസ്. ആൻഡ് അതാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഈ ഗ്ലോസ് ഇറ്റ് വാസ് ലൈക്ക് ഫ്രം സുഡിയോ എന്നാണ് മേടിച്ചത്. ലൈക്ക് എനിക്ക് ആ സുഡിയോ എന്ന് എഴുതിയേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ അങ്ങനെ സുഡിയോ എന്നൊക്കെ ഇങ്ങനെ എഴുതിയേക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ലൈക്ക് എനിക്ക് സുഡിയോ എന്നാണ് എഴുതിയേക്കുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 12-24 അങ്ങനെ എന്തോ മിനിറ്റ് ആയി. ഇതൊക്കെ വരുമ്പോൾ അത് എന്ത് മിനിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് വൺ വാസ് നൈബേസ് ലിക്വിഡ് ലിപ്സ്റ്റിക്. അത് ലിക്വിഡ് ആണല്ലോ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കും. അതും ഫ്ലോപ്പാ, വേരും ഫ്ലോപ്പാ. അതായത് നോക്ക്, എനിക്കറിയില്ല, ഞാനിതിപ്പം മെസ്സായി. സോ നിങ്ങൾക്ക് മനസ്സിലായി, അത് കയ്യിൽ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എന്ത് കാരണത്തിലാണ് ഞാനിത് മേടിച്ചതെന്ന് എനിക്കറിയില്ല. സോ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വലിയൊരു ആർഭാടം കഴിഞ്ഞിരിക്കുന്നു. കുറേ നാളായിട്ട് തന്നെ ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് മേ ബി ഒരു ദുരന്തത്തിലോട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ശരിക്കും ഒരു ദുരന്തത്തിലോട്ട് ഇങ്ങനെ നമുക്ക് കീനായിട്ട് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ കീനായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ, ലൈക്ക് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഐ മീൻ ഇഷ്ടപ്പെട്ടാൽ
വീണ്ടും കോൾ വരും, ഞാനിപ്പോൾ വരാം. സോ ഞാൻ വീണ്ടും വന്നു. ഒരു നോർമൽ വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഉള്ള വീട്ടിലിരുന്ന് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, എപ്പോഴും നമുക്കിങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓടാൻ തയ്യാറായിട്ടിരിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ലൈക്ക് ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളത് ഞാൻ സ്റ്റോറിയോ സ്റ്റാറ്റസോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ബിക്കോസ് അതിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്കറിയില്ല, എനിക്കിപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാലും ഐ നെവർ പുട്ട് മൈ സിംഗിൾ വീഡിയോ ആ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി. ബാക്കിയുള്ളവരെ ഇടും, ഞാനിങ്ങനെ അയച്ചു കൊടുക്കും, ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് മീ ടു ഡു ദാറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ബൈ. നിങ്ങൾക്ക് ചേരാത്ത ഷെയ്ഡ് മേടിച്ച് ആ പൈസ കളയരുത്. ആ പൈസക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിക്കൂ, നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും. എനിക്കും അബദ്ധം പറ്റി, നിങ്ങൾക്കും പറ്റരുത്, അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.